മീഡിയം സൈസിൽ വരുന്ന ഇതുപോലത്തെ ഐപ്പിന്നുകൾ വെച്ചിട്ട് ബ്രേസ്ലെറ്റ് മാലയൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് വരുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം നമ്മൾ ഈ ലെങ്ത്ത് കുറച്ച് കളയുമ്പോൾ ബാക്കി വരുന്ന പീസ് വെറുതെ കളയണമെന്നാണ്. എന്നാൽ ഇനി വെറുതെ കളയണ്ട കേട്ടോ, നമുക്ക് ആ ഒരു പീസിനെ വീണ്ടും ഒരു ഐപ്പിന്നായിട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ശ്രദ്ധിച്ച് കണ്ടോളൂ. നമ്മൾ ആ ഒരു പീസ് എടുത്തിട്ട് ഇതുപോലെ റൈറ്റിലേക്ക് ജസ്റ്റ് ഒന്ന് വളയ്ക്കുക. അതിനുശേഷം നമ്മളിതാ വീണ്ടും ഈ ഒരു സൈഡിലേക്ക് ഒരു 3 വട്ടമൊക്കെ വളച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഐപ്പിന് റെഡിയായി. ഇനി അതിനൊന്ന് പിടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ്സാക്കി ഒന്ന് ലെവലാക്കി കൊടുക്കുക. കണ്ടോ, അപ്പോൾ നമ്മൾ വാങ്ങിക്കുന്ന ഐപ്പിന്നിൻ്റെ അതേ മോഡലിലുള്ള ഒരു ഐപ്പിന് നമുക്ക് തന്നെ ക്രിയേറ്റ് ചെയ്യാം. ആ പീസ് വെറുതെ കളയും വേണ്ട. ഇനി ഇതിനെ കണക്ട് ചെയ്ത് നമുക്ക് ബീഡ്സൊക്കെ കോർത്ത് നല്ല ബ്രേസ്ലെറ്റോ മാലയോ പാദസരോ എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ട്രിക്ക് ഒന്ന് യൂസ് ചെയ്ത് നോക്കും. അപ്പോൾ ഇതുപോലെ ഞാനിവിടെ 6 ഐപ്പിന് വെച്ചിട്ട് 12 ബീഡ്സിൻ്റെ ഒരു ബ്രേസ്ലെറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ ഇതുപോലുള്ള ഐഡിയാസിനും ജ്വല്ലറി മേക്കിംഗ് പഠിക്കാനും താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. മാർച്ചിലെ ബാച്ചിൽ നിങ്ങൾക്കും ജോയിൻ ആവാം. ഫൈനൽ ലുക്ക് ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഒന്ന് സബ് ചെയ്തോളൂ കേട്ടോ.